ഇതാ ബഷീറ ഇതാ ഇപ്പൊ എന്റെ മരുന്ന് എടുത്തു കൊടുത്താ. ആ അനക്കെന്താ എടുത്ത് കൊടുത്താലേ? ഞാൻ ഇവിടെ ഗെയിം കളിച്ചോണ്ട് നിൽക്കുക. ചെങ്ങ ഞാൻ ഇവിടെ തിന്നോണ്ട് ചെയ്യും. ഈ തമ്പാനെ കൊണ്ട് കുടി കൊറേ കാലായി കടക്കൽ തുടങ്ങിയിട്ട്. ഇത് എപ്പോഴാ മരിച്ച അപ്പളേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. എത്തപ്പത് എങ്ങോട്ടും പോകാനും വയ്യ. എന്താ ഇത് ചെയ്യാ? ഇതിപ്പോ ഞമ്മക്ക് ജീവിതകാലം മുഴുവൻ ഒരു ഭാരമായിട്ടാണ്. ഇതൊരു അടങ്ങപ്പ്. ഈ കടത്തം കിടന്നപ്പോ എന്താ കാട്ടുമ്പത്? ബഷീറേ, എന്താടാ പന്റെ വർത്താനം? ആ എന്താ അവസ്ഥ? ഒരു മാറ്റമില്ല, ഈ കടത്തം തന്നെ. എന്താ ചെയ്യല്ലേ? മരുന്നൊക്കെ നേരിക്ക് കൊടുത്തു നോക്കി, പിന്നെ പ്രാർത്ഥിക്കുക, അല്ലാപ്പ എന്താ ചെയ്യാ. ഞാൻ വരാന്നല്ല കേട്ടോ. റഷീദ്, ഇന്ന് നിനക്ക് വേദനയുണ്ടല്ലേ? ഒരിക്കൽ നീ ശക്തനായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, യൗവനമുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഓർക്കാൻ നിനക്ക് സമയമുണ്ടായിരുന്നില്ല. ഞാൻ നിനക്ക് വർഷങ്ങളോളം ആരോഗ്യം നൽകി, ശ്വാസം നൽകി, ജീവിതം നൽകി. പക്ഷേ നീ എന്നെ മറന്നു ജീവിച്ചു. ഞാൻ പോരുന്ന സമയത്ത് രാഘവല്ലേ, ഓനെ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടോ? ഞാൻ ഓലൊക്കെ കൊടുക്കും. ഞാൻ ഓൻ പൈസ നമ്മളെ ആവശ്യം നമ്മൾക്കുള്ളതല്ലേ, ഓല കണ്ടിട്ട് കൊടുക്കാനുള്ള പൈസയാണ്. അണക്ക് വേണജ്ജി പോയി കഴിഞ്ഞാൽ പള്ളിക്ക് ഇജ്ജിന് പള്ളിക്കണോ നിൽക്കണ്ട. 100 രൂപ പഴണ്ട് വേണം. ഒന്നെ പള്ളിക്കൊണ്ടാ വന്നിരിക്കും. ഞാൻ പണ്ട് ചോക്കെ ഒരു 2 രൂപ പഴം നോട്ടെ. ആർക്ക് കൊടുക്കണം 2 കിലോ പഴം? ആനക്കോ? അത് ആനയ്ക്ക് കൊടുക്കാനുള്ള വാപ്പാക്കോട് ഞാൻ തീരുമാനിക്കും. ഇയ്യല്ല തീരുമാനിക്കണം. ഇന്നോടാ ഭീമജിനോട് ആരാണ്? ഇതൊരു മനുഷ്യനാണ്, ജന്തുവാണ് ചെങ്ങായി. എന്റെ പഴയമാണ്ട ഒരു മണ്ണാങ്കട്ടി മാണ്ട എടാ തേണ്ടി. ഞാൻ വേറെ കറണ്ട് പോയോട്ടെ. ഓന്റെ വിചാരേ ഓന്റെ അടുത്തിനുള്ളൂ പഴം, വേറെ അടുത്തും പഴമില്ല. എന്താണ് അയ്യോ അമ്മേ, ആരെങ്കിലും പിടിക്കാൻ. റഷീദേ, ഒന്ന് പിടിക്കണ. അത് കയ്യ് അത് കാലാണ്. ഞാൻ വേറെ ആരെയും നോക്കിക്കോ, ഇന്നതിന് കിട്ടൂല. ബഷീറ, ഒപ്പനെ മരുന്ന് എടുത്തോട്ടാ. നീ കൊറേ നേരം എന്നോട് പറയാൻ തുടങ്ങിട്ട്. ഈ ചെങ്ങാനെ കൊണ്ട് ഉപ്പാനെ കൊണ്ട് കുടുങ്ങിയാലേ അത് മനസ്സാവും. എത്താ ഇത് ഒരു മരുന്നു? ഇതൊക്കെ നിങ്ങളെ മരുന്ന് മാണെങ്കിൽ എടുത്ത് കാണാൻ കുടിച്ചോളെ. ഓലക്കാപ്പ് ഉണ്ടാക്ക്. റഷീദെ, എന്താ മോശമായിരുന്നു? ഇതൊക്കെ ശരിയായിക്കോളും കേട്ടോ. നല്ല നന്നായി വരട്ടെ. എത്ര കാലമായി മക്കളെയൊക്കെ അടുത്ത് കിടന്നിട്ട്. ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം? ഞാൻ ഇറങ്ങാട്ടോ. നിന്നെ ഏറ്റവും സ്നേഹിക്കേണ്ടവർ പോലും നിന്നെ ഒരു ഭാരമായി കാണുന്നു. പക്ഷേ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലടാ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ചെറിയൊരു നന്മ പോലും ഞാൻ മറന്നിട്ടില്ല. ഈ വഴിയിലെ ഈ ഓല ആരെങ്കിലൊക്കെ മാറ്റിക്കോളും. ആരാണ് ഈ മനുഷ്യൻ നടക്കുന്ന വലിയ കണ്ണി കസര കൊണ്ടിട്ടത്? ഇത് പണിയാണ് കണ്ടത്. ഇത് മനുഷ്യന്മാർ നടക്കണ്ടേ ഈ കസര ഇവിടെ കൊണ്ടിട്ടിട്ട്? അത് നിങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. വഴിയിൽ കിടന്നിരുന്ന ആ മുള്ളി നീ മാറ്റിയ ദിവസം, ഒരു മനുഷ്യന്റെ വേദന നീ ഒഴിവാക്കി. ഒരു ചെറിയ നന്മ പോലും എനിക്ക് വലിയതാണ്. എൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ അവസാന ശ്വാസം വരെ അടയുകയില്ല. വാ, ഇനി വിശ്രമിക്കാം. പെയ്യാതെ നിന്ന പെരുമഴക്കാലം, കണ്ണീരിലൊതുങ്ങി നിൻ മൗനം. ഇനിയൊരു ജന്മമെന്നിൽ തെളിയുമോ? നിന്നോർമകൾ മാത്രമാ